Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. അകലൂരിലെ അമരാവതി ഇന്നും ലോഹിതദാസിന്റെ ഓർമ്മയിൽ. ലോഹിതദാസ് വിട ചൊല്ലിയിട്ട് ഇന്ന് 16 വർഷങ്ങൾ പിന്നിടുകയാണ്. മലയാള ചലച്ചിത്ര ലോകത്തിന് പകരം വയ്ക്കാനില്ലാത്ത പ്രിയ കഥാകാരൻ AK ലോഹിതദാസിന്റെ ഒരു ഓർമ്മ ദിനം കൂടി ഇന്ന് കടന്നുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണകൾ കൂട്ടിവെക്കുകയാണ് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടി അകലൂരിലെ അമരാവതി. പെരിയാറിന്റെ തീരത്തുനിന്ന് നിളയരികിലേക്ക് എത്തി വള്ളുവനാട്ടിലെ നാട്ടിടവഴികളിലൂടെ ഇറങ്ങിച്ചെന്ന് ഒരു പിടി സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് നൽകിയ ഈ ലോഹ്യക്കാരനെ ചലച്ചിത്ര ലോകത്തിന് മറക്കാനാവില്ലല്ലോ. 2009 ജൂൺ 28-നാണ് ലോഹിതദാസ് വിട ചൊല്ലിയത്. ഇന്ന് 16 വർഷങ്ങൾ പിന്നിടുകയാണ്. പച്ചയായ മനുഷ്യരുടെ ജീവിതഗന്ധിയാർന്ന കഥകൾ അബ്രപാളിയിൽ എത്തിച്ചെടുത്ത് തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ 40-ലേറെ സിനിമകളാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ലോകത്തിന് നൽകിയത്. ഭാര്യ സിന്ധു ലോഹിതദാസും മക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളും ആരാധകരും ലോഹിതദാസ് എന്നും ഏറെ സ്നേഹിച്ച അന്ത്യവിശ്രമം കൊള്ളുന്ന അമരാവതിയിൽ ഒത്തുകൂടി. രാവിലെ 10ഓടെ ഛായാചിത്രത്തിലും സ്മൃതി കുടീരത്തിലും പുഷ്പാർച്ചന നടന്നു. ചലച്ചിത്ര ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ അമരാവതിയിൽ ആരാധകർ പങ്കുവച്ചു. തനിയാവർത്തനത്തിലെ ബാലൻ മാഷയെയും, അമരത്തിലെ അച്ചുട്ടിയെയും, കിരാതത്തിലെ സേതുമാധവനെയും, വാത്സല്യത്തിലെ മേലേടത്ത് രാഘവൻ നായരെയും, ഭൂതക്കണ്ണാടിയിലെ വിദ്യാധരനെയും ഒന്നും ലോഹിയുടെ മറക്കാനാവാത്ത കഥാപാത്രങ്ങളിലെ ചിലതു മാത്രമാണ്. എടുത്തു പറയുമ്പോഴും ലോഹിതദാസിന്റെ സിനിമകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മരണ നിറച്ചുവെക്കുന്ന സ്മാരകമെങ്കിലും ചലച്ചിത്ര അക്കാദമിയും സാംസ്കാരിക കേരളം ഉചിതമായ സ്മാരകം അദ്ദേഹത്തിന് ഒരുക്കേണ്ടതുമാണെന്ന് ആരാധകർ പറയുന്നു. വിജയശങ്കർ ലോഹിതദാസ്, സംവിധായകൻ ഉദയശങ്കർ, മുകുന്ദൻ, കലക്കത്ത് ഭവനം, കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് ഉദ്യോഗ അംഗം കുഞ്ചൻ സ്മാരകം രാജേഷ്, ശില്പി ഡാൽവിൻ ജി സുരേഷ്, രാധാകൃഷ്ണൻ മാനന്നൂർ, ബിജു കണ്ണൂർ, ബലറാം വന്നേരി, KK ജയരാജൻ, അജിത്, ജയൻ നന്നംകോട്ടിൽ, രമേശ്, സുബ്രഹ്മണ്യൻ അങ്ങാടിപ്പുറം എന്നിവരടക്കം നിരവധി പേർ അമരാവതിയിൽ എത്തിച്ചേർന്നു. ആദരണീയനാവുന്നത് അവൻ സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് കൊണ്ടാണ്. വെറും കച്ചവടക്കാരനാണെങ്കിൽ അവരെ ആരും ആദരിക്കണ്ട, അല്ലെന്ന് നിലവയ്ക്കേണ്ട കാര്യമില്ല. അവർ പലതും കാട്ടണു, കാശുണ്ടാക്കണു, പോണു, അത് സമൂഹത്തിന് ഗുണമൊന്നും ചെയ്യും. നമ്മുടെ ഉള്ളിലെ നമ്മളുടെ ഏത് കർമ്മവും മറ്റൊരുവിനെ ദോഷം ചെയ്യരുത്. കലയുടെ ഉദ്ദേശം തന്നെ ജനമനസ്സുകൾ ശുദ്ധി ചെയ്യുക എന്നുള്ളത് ആണ്. നമ്മൾ അധികം നല്ലത് കാണിച്ചു കൊടുത്തിട്ട് മക്കളെ ഇങ്ങനെയൊക്കെ ആവും.